എന്റെ ഷർട്ട് ഡിറ്റർജന്റ് ഇട്ട് കഴുകിയപ്പോ ചെറുതായിടാ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഓ ഓക്കേ, വിഷമിക്കണ്ടടാ. ആ ഡിറ്റർജന്റിൽ നീ ഒന്ന് കുളിച്ചാ മതി, നീയും ചെറുതായിക്കോളും. എന്റെ പൊന്നുമോളെ ഇങ്ങനെ ആടല്ലേ, ചന്ദ്രനിൽ പോവും. എടാ പാമ്പേ, പൊക്കം വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കണ്ട. മമ്മിയോട് പറഞ്ഞ് കോംപ്ലൈന്റ് അടിച്ചു തരാൻ പറ. കുട്ടികളെ, ആകാശത്ത് പറക്കുകയും ഭൂമിയിൽ പ്രസവിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. ടിൻഡു പറ. എല്ലാ ചോദ്യം എന്നോടാണല്ലോ. ഇയാൾക്കൊട്ടൊരു പണി കൊടുക്കണം. എയർ ഹോസ്റ്റസ്. എയർ ഹോസ്റ്റസോ? അല്ല പിന്നെ. എന്നെ കണ്ടില്ലേ അച്ഛോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഞാനൊന്ന് ചോദിക്കട്ടെ, വഴിയിൽ കിടന്നൊരു 100 രൂപ കിട്ടിയാൽ നീ അതെടുത്ത് കീശയിലിടുമോ ടിൻഡു? ഇല്ല അച്ഛോ. മിടുക്കൻ. പിന്നെ നീ എന്ത് ചെയ്യും? ആ രൂപ എടുത്തേ ചെലവാക്കും. സാധാന്റെ സന്തതി. അച്ഛൻ വെള്ളം നനയ്ക്കുന്നത് സ്കൂട്ടറിനോ അതോ ചെടിക്കോ? ഈ ഇഷ്ടിക ഓടുമോ അച്ഛാ? ഇല്ല, നിന്നോട് ആരെയും മണ്ടത്തരൊക്കെ വിളിച്ചു പറഞ്ഞത്? അല്ല, ഞാൻ വരുന്ന വഴിക്കൊരു ബോർഡ് കണ്ടു, ഇഷ്ടികയും ഓടും. അതുകൊണ്ട് ചോദിച്ചതാണ്. എന്തിനാണ് നീ കിടന്ന് കരയുന്നത്? എടാ, എന്തിനാ കരയുന്നത്? എന്നോട് കാര്യം പറ. ടിൻഡു, ഇങ്ങോട്ട് നോക്കിയേ. നിന്റെ കൂട്ടുകാരനല്ലേ ഞാൻ, എന്നോട് പറ. ഹനുമാൻ മല ചമന്ന കഥ നീ കേട്ടിട്ടുണ്ടോടാ? എന്റെ പൊന്നു മുത്തശ്ശി, ഇങ്ങനെ ചാകാറായിരിക്കുമ്പോൾ ഒടുക്കത്തെ കള്ളം പറയല്ലേ. കള്ളമല്ല ടിൻഡു മോനെ, സത്യമാ മുത്തശ്ശി പറഞ്ഞത്. എന്നിട്ടത് ഒരു ഗിന്നസ് ബുക്കിലും വന്നതായിട്ട് ഞാൻ പത്രത്തിലൊന്നും വായിച്ചിട്ടില്ലല്ലോ തള്ളേ. ശിവ ശിവ. അവൻ ഇത്ര നേരത്തെ വന്നോ? ഞങ്ങൾ പന്ത് കളിക്കാൻ പോവാ. ഹായ്, ഇനി ഒരു ജിലേബി മത്തിക്കറി കൂടെ കിട്ടിയാൽ അടിപൊളി. മത്തിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്കും വാ വിളിക്കല്ലേ പൂച്ച. അച്ഛാ, എന്റെ കൂടെ പഠിക്കുന്ന ടോണി പരീക്ഷയ്ക്ക് തോറ്റച്ചാ. അത് പിന്നെ അങ്ങനെ വരത്തുള്ളടാ. ഒന്നാമത് അവന്റെ തന്ത ഒരു കഴുതയാ. ആട്ടെ മോനെ, മോന്റെ റിസൾട്ട് അറിഞ്ഞോ? അറിഞ്ഞു അച്ഛാ, അറിഞ്ഞു. അത് പറഞ്ഞാൽ അച്ഛനും ഒരു കോവർക്കഴുതയായി പോയാലോ എന്നൊരു സംശയം.